വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. യൂസ് ഫോർ മൈ ടാലന്റ് എന്ന ഡ്രാമയുടെ 15ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഇനി എന്ത് പ്രോമിസാണ് ചെയ്യേണ്ടത് എന്ന് റൺഷി ചോദിച്ചപ്പോൾ ആദ്യം പ്രോമിസ് ചെയ്താലേ കാര്യം പറയൂ എന്ന് അവൾ പറയുന്നതിനാൽ അവൻ പ്രോമിസ് ചെയ്യുന്നു. നമ്മുടെ റിലേഷൻ്റെ കാര്യം തൽക്കാലം ഓഫീസിൽ ആരോടും പറയരുത് എന്നാണ് ശുഭാജി ആവശ്യപ്പെട്ടത്. ഇവിടെയുള്ളവർ അറിഞ്ഞാൽ എന്താണ് കുഴപ്പം എന്നവൻ ചോദിക്കുന്നു. എല്ലാവരും അറിഞ്ഞാൽ പിന്നെ ആരും ഇപ്പോൾ പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറില്ല, അതുകൊണ്ടാണ് എന്നവൾ പറയുന്നു. എങ്കിൽ ഞാൻ പറയില്ല, പക്ഷേ എനിക്ക് സമ്മാനം തരണമെന്നവൻ പറയുന്നു. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ശുഭാജി അവനെ കിസ് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നു. ഓഫീസിലെ ഫസ്റ്റ് ഡേ ആയിരുന്നതിനാൽ അന്ന് അവൾക്ക് ഒരുപാട് വർക്കൊന്നുമില്ലായിരുന്നു. അതിനാൽ അവൾ നേരത്തെ വീട്ടിലെത്തുന്നുണ്ട്. അവൾ ചെല്ലുമ്പോൾ ലൂഷ്യൻ അടുക്കളയിൽ എന്തൊക്കെയോ ജോലികൾ ചെയ്ത് നിൽക്കുകയാണ്. ശുഭാജി നേരത്തെ വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അവളെ കണ്ടുവിടുന്ന അവൻ ജോലി മതിയാക്കി ബാക്കിയുള്ളത് അവളെ പറഞ്ഞേൽപ്പിച്ചിട്ട് പോകാൻ തുടങ്ങുന്നു. ഞാൻ ഇല്ലാതിരുന്ന സമയത്തില്ല നീ എൻ്റെ അച്ഛനെ നന്നായി നോക്കിയിരുന്നു എന്നെനിക്കറിയാം എന്ന് പറഞ്ഞ് ശുഭാജി അവൻ നന്ദി പറയുന്നുണ്ട്. അവൻ പോകാൻ തുടങ്ങിയാണെന്ന് കേട്ട് അച്ഛൻ വയ്യാത്ത കാലം താങ്ങി അങ്ങോട്ടേക്ക് വന്നിട്ട് ഡിന്നർ കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞ് അവനെ കുറെ നിർബന്ധിക്കുന്നതിനാൽ അവൻ അവിടെ നിൽക്കുന്നു. ഡിന്നർ റെഡിയാക്കാൻ അവളെ സഹായിക്കുന്നതിനിടയിൽ റൺഷിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് അവൻ അവളോട് ചോദിച്ചറിയുന്നു. റൺഷിക്ക് പഴയത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റമുണ്ട്, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായും മാറാൻ സഹായിക്കും എന്നൊക്കെ ശുഭാജി പറഞ്ഞപ്പോൾ അവന് ചെറിയ വിഷമം തോന്നുന്നുണ്ട്. ശുഭാജി അടുത്ത ദിവസം ലഞ്ച് ബ്രേക്കിന് പുറത്തുപോയി കഴിക്കാൻ എന്തോ വാങ്ങി വരുമ്പോഴാണ് വാങ്ഷ്യൻ കമ്പനിക്ക് മുന്നിൽ പരിങ്ങി നിന്ന് അകത്തേക്ക് നോക്കുന്നത് കണ്ടത്. ശുഭാജി അവളോട് സംസാരിക്കുന്നുണ്ട്. വെറുതെ ഇതുവഴി പോയപ്പോൾ ഇവിടെ വരെ വന്നതാണ് എന്നൊക്കെ ആദ്യം കള്ളം പറഞ്ഞെങ്കിലും അവസാനം ഡോങ്ഷിക്ക് ഈയിടെയായി തിരക്ക് കൂടുതലാണോ, കണ്ടിട്ട് കുറേ ദിവസമായല്ലോ എന്ന് അവൾ ചോദിക്കുന്നു. ഡോങ്ഷി ജയിലിലായ വിവരം ശുഭാജി അവളോട് പറയുന്നുണ്ട്. അന്ന് ഡോങ്ഷിയുടെ പണിഷ്മെൻറ്റ് കഴിയുന്ന ദിവസമായിരുന്നു. പുറത്തിറങ്ങുമ്പോഴാണ് അവന് ഫോൺ തിരികെ കിട്ടിയത്. വാങ്ഷിയാൻ തുടരെ അതിലേക്ക് അയച്ചിരുന്ന മെസ്സേജും വായിച്ച് വിഷമത്തോടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പുറത്ത് കാത്തിരിക്കുന്ന അവളെ അവൻ കണ്ടത്. അവളുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ ഡോങ്ഷിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവൻ അവളെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവൾ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു. എനിക്ക് തിരക്കായതുകൊണ്ടല്ല ഞാൻ നിന്നെ കാണാൻ വരാതിരുന്നത്. ആ ലൈവ് സ്ട്രീം കണ്ടുവിടുന്നത് നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാനിറങ്ങിയതാണ്. പക്ഷെ നടന്നില്ല. ഇവിടെ കഴിഞ്ഞ ഓരോ ദിവസവും നീ എന്നെ കുറിച്ചോർത്ത് വിഷമിക്കുമല്ലോ എന്നോർത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചത്. എന്നെ കാത്തിരിക്കാൻ തോന്നിയതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ട്. അന്ന് കമ്പനിയിൽ വെച്ച് വയു ശുഭാജിയെ ഒരു പുതിയ വർക്ക് ഏൽപ്പിക്കുന്നുണ്ട്. 3 കുട്ടികളുള്ള ഒരു വീട് ക്ലീൻ ചെയ്യാനുള്ള ജോലിയായിരുന്നു അത്. കുട്ടികളുടെ അമ്മയാണ് വർക്ക് ഏൽപ്പിച്ചത്. വീടിനുള്ളിൽ നിറയെ കളിപ്പാട്ടങ്ങളായതിനാൽ മെഷീൻ ഉപയോഗിച്ചുള്ള ക്ലീനിങ് നടക്കാതെ വന്നുകൊണ്ടാണ് വയു അത് മാനുവൽ ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറിയത്. അന്ന് അവൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ റൺഷിയും കൂടെ ചെല്ലുന്നു. അച്ഛന് കാലിന് സുഖമില്ലാത്തതിനാൽ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളും വാങ്ങിയാണ് അവർ പോയത്. എനിക്കും സൂപ്പ് വേണമെന്ന് റൺഷി പറഞ്ഞെങ്കിലും മറ്റൊരു ദിവസമാകട്ടെ എന്ന് അവൾ പറയുന്നു. വീടിന് താഴെ എത്തിയപ്പോൾ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ട് തിരിച്ചു പോയിക്കളാൻ ശുഭാജി അവനോട് പറയുന്നു. പോകുന്നതിന് മുമ്പ് റൺഷി അവളെ കിസ് ചെയ്യുന്നുണ്ട്. അവൾ തിരിച്ചു. റൺഷി പോയ ശേഷമാണ് പുറകിൽ നിൽക്കുന്ന ജുൻജയെ ശുഭാജി കണ്ടത്. ഞാനെല്ലാം കണ്ടു, നിങ്ങൾ ശരിക്കും ഡേറ്റിങ്ങിലാണോ എന്ന് അവൻ അവളോട് ചോദിക്കുന്നുണ്ട്. ജുൻജയ്ക്ക് അവനെ ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കുന്നതിനാൽ നീ വെറുതെ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കേണ്ട, അദ്ദേഹം പാവമാണ് എന്ന് പറഞ്ഞ് അവൾ റൺഷിയെ സപ്പോർട്ട് ചെയ്യുന്നു. അകത്തേക്ക് നടക്കുമ്പോൾ ഷിയാനെ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ജുൻജ അവളോട് ചോദിക്കുന്നു. ഞങ്ങൾ തമ്മിൽ അവസാനം കണ്ടപ്പോൾ അവൾ കുറച്ച് വിഷമത്തിലായിരുന്നു. ഇഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒരാളെ ഇഷ്ടപ്പെട്ടു പോയി എന്ന് അവൾ പറഞ്ഞിരുന്നു എന്ന് ശുഭാജി അവനോട് പറയുന്നു. തൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. അടുത്ത ദിവസം ഓഫീസിൽ വെച്ച് ബ്രേക്ക് ടൈമിൽ ശുഭാജി ഹുയുവിനും വ്യൂവിനും ഒപ്പം ഇരിക്കുമ്പോൾ റൺഷിയും അവർക്ക് കുറച്ചപ്പുറത്തായി വന്നിരിക്കുന്നു. ഈയിടെയിൽ അവൾക്ക് കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഹുയും അവളെ കളിയാക്കിയപ്പോൾ ഇപ്പോൾ നിന്നെ കാണാൻ ഒരു പ്രശ്നവുമില്ല, വളരെ സുന്ദരിയാണെന്ന് പറഞ്ഞുകൊണ്ട് റൺഷി അവൾക്ക് മെസ്സേജ് അയക്കുന്നു. കഴിഞ്ഞ ദിവസം ഏൽപ്പിച്ച വർക്കിൻ്റെ കാര്യം എന്തായി എന്നും ഹുയു അവളോട് ചോദിക്കുന്നു. ഡീൽ ചെയ്യേണ്ടത് കുട്ടികളുള്ള കസ്റ്റമറിനായതുകൊണ്ട് കമ്പനിയിലെ കുട്ടികളുള്ള ഏതെങ്കിലുമൊക്കെ സ്റ്റാഫുമായി ഒന്ന് ചർച്ച ചെയ്താലോ എന്ന് അവർ അഭിപ്രായപ്പെടുന്നു. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, നീ ഒരു അമ്മയായില്ലെങ്കിലും ഒരു മകളല്ലേ, മകളുടെ സ്ഥാനത്ത് നിന്ന് അമ്മയുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചിന്തിച്ച് നിനക്ക് കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് മെസ്സേജ് അയച്ച് റൺഷി അവൾക്ക് കോൺഫിഡൻസ് നൽകുന്നു. ശുഭാജി അന്ന് തന്നെ കസ്റ്റമറിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവർ വാതിൽ തുറന്നെങ്കിലും ക്ലീൻ ഫസ്റ്റിൽ നിന്നാണ് അറിഞ്ഞപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ വർക്ക് ശരിയാകില്ല, മുമ്പിവിടെ വന്നിട്ട് വീട് വൃത്തിയാക്കാൻ കഴിഞ്ഞില്ല, ഞാൻ ക്യാഷ് വെറുതെ കളഞ്ഞു എന്ന് പറഞ്ഞ് ഭർത്താവും ഞാനും തമ്മിൽ വഴക്കുണ്ടായത് മാത്രം മിച്ചം എന്ന് പറഞ്ഞ് അവർ വാതിലടയ്ക്കാൻ തുടങ്ങുന്നു. പക്ഷേ അതിന് സമ്മതിക്കാതെ വീണ്ടും അവരോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അകത്ത് നിന്ന് കുട്ടി താഴെ വീഴുന്നത് പോലെ ശബ്ദം കേട്ടത്. രണ്ടുപേരും അകത്തേക്ക് വെപ്രാളപ്പെട്ട് ഓടുന്നു. ജിൻജ ഷിയാനെ കാണാനായി അവളുടെ ഓഫീസിൽ വന്നിരിക്കുകയാണ്. അവനാണെന്ന് കണ്ടതും അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയെങ്കിലും അവൻ അവളെ ബലമായി പിടിച്ചു നിർത്തി കുറച്ച് മാറ്റി നിർത്തി സംസാരിക്കുന്നു. ഷിയാൻ പക്ഷേ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് പിണക്കം നടിച്ച് തിരികെ പോകാൻ ശ്രമിക്കുന്നു. അവൾക്ക് സുരക്ഷിതമില്ലായ്മ തോന്നിപ്പിച്ചത് എൻ്റെ തെറ്റാണെന്ന് പറഞ്ഞ് അവൻ അവളോട് മാപ്പ് ചോദിക്കുന്നു. നിനക്കെന്നോട് ഇഷ്ടമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാണ്, ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല, എനിക്കൊരു ചാൻസ് കൂടി തരണം എന്നൊക്കെ അവൻ അവളോട് കുറേ റിക്വസ്റ്റ് ചെയ്യുന്നു. എനിക്കിതിനെ ശരിക്കും ഇഷ്ടമാണ് എന്നും അവൻ തുറന്നു പറയുന്നുണ്ട്. അവസാനം ഷിയാനും ഉള്ളിലുള്ള ഇഷ്ടം അവളോട് തുറന്നു സമ്മതിക്കുന്നു. ജുൻജെ സന്തോഷം കൊണ്ട് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്.
ഇഷ്ടമാണെന്ന് സംബന്ധിച്ചെങ്കിലും 3 മാസത്തേക്ക് പ്രൊബേഷൻ പീരീഡാണ്. സ്ഥിരമാക്കണോ എന്ന് അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കൂ എന്നും അവൾ പറയുന്നു. അതിനുള്ളിൽ നീ എന്നെ ഒരിക്കൽ പോലും തള്ളിപ്പറയാത്ത വിധം നിന്നെക്കൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുത്തിയിരിക്കുമെന്ന് ജുൻജെ അപ്പോൾ പറയുന്നുണ്ട്. അവളുടെ നെറ്റിയിൽ അവൻ ഉമ്മ വെക്കുന്നുമുണ്ട്. ഷുവാൻജി ചെന്ന വീട്ടിലെ ഒരു കുട്ടി താഴെ വീണ ശബ്ദമായിരുന്നു കേട്ടത്. കുട്ടിയുടെ കരച്ചിൽ നിർത്താനും മറ്റും അവൾ കൂടി സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ പ്രപ്പോസൽ എന്താണ് എന്ന് കേൾക്കാൻ അവർ തയ്യാറാകുന്നു. സംസാരിക്കുന്നിടയിൽ മേശപ്പുറത്തിരിക്കുന്ന ഡിവോഴ്സ് പെറ്റീഷൻ അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അവളത് കണ്ടു എന്ന് മനസ്സിലായപ്പോൾ അവർ പെട്ടെന്ന് അത് എടുത്ത് മാറ്റിയെങ്കിലും ഞാൻ നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് വന്നത് എന്ന് ഷുവാൻജി പറയുന്നു. അവരുടെ ഇപ്പോഴത്തെ ലോകത്ത് കുട്ടികൾ മാത്രമേ ഉള്ളൂ. അതാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. ഓരോരുത്തർക്കുമുള്ള സ്പേസ് പ്രത്യേകം തിരിക്കാൻ കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിങ്ങൾ ഹസ്ബൻഡും വൈഫിനുമുള്ള സ്പേസ്, അതിന് കഴിഞ്ഞാൽ ഇവിടുത്തെ പകുതിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയും. അതനുസരിച്ചുള്ള പ്ലാനാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ഷുവാൻജി പറയുന്നു. ഒരമ്മയ്ക്ക് കുട്ടികളുടെ കാര്യത്തിൽ എത്രത്തോളം സ്നേഹവും കരുതലും വേണമെന്ന് നിനക്കെങ്ങനെ അറിയാനാണ്? നീ ഒരിക്കലും അമ്മയായിട്ടില്ലല്ലോ എന്നവർ പറഞ്ഞപ്പോൾ, ഞാൻ അമ്മയായിട്ടില്ലെങ്കിലും ഞാനൊരു മകളാണ്. എൻ്റെ അമ്മയും നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു. എന്നെയും എൻ്റെ സഹോദരനെയും വളർത്താനുള്ള തിരക്കിടയിൽ അമ്മ സ്വന്തം കാര്യം ശ്രദ്ധിക്കാൻ മറന്നേ പോയി. പക്ഷെ ഒരു മകളെന്ന നിലയിൽ അമ്മ കുറച്ചുകൂടി സ്വാർത്ഥത കാണിച്ച സ്വന്തം കാര്യം നോക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ മക്കൾ അമ്മയെ എങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഷുവാൻജി അവരോട് ചോദിക്കുന്നു. അവളുടെ ചോദ്യം ശരിക്കും അവരെ നല്ലപോലെ ചിന്തിപ്പിക്കുന്നുണ്ട്. അവർ അവളെ ജോലി ചെയ്യാൻ അനുവദിച്ചെന്ന് മാത്രമല്ല, അവരുടെ ഇൻസ്റ്റയിൽ കമ്പനിയെക്കുറിച്ച് വളരെ പോസിറ്റീവായ രീതിയിൽ പോസ്റ്റ് ഇടുന്നുമുണ്ട്. ഷുവാൻജി അന്ന് മുഴുവൻ അതിൻ്റെ സന്തോഷത്തിലായിരുന്നു. റൻഷി അവളെ കൊണ്ടുവിടാനായി വീടിനടുത്തേക്ക് കൂടെ ചെല്ലുമ്പോഴും അവൾ അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇൻസ്റ്റയിൽ ധാരാളം ഫോളോവേഴ്സുള്ള ഒരു സെലിബ്രിറ്റി ആയിരുന്നു ആ കസ്റ്റമർ. അതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളം ഓർഡറും ബുദ്ധിയായി കിട്ടുന്നു. ആ ജോലി വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൻ്റെ 50% ക്രെഡിറ്റ് അവൾ റൻഷിക്ക് തന്നെ നൽകുന്നു. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തതും സ്പേസ് അറേഞ്ച്മെൻറ്റ് കാണിച്ച മികവുമൊക്കെ പറഞ്ഞ് റൻഷി അവളെയും പുകഴ്ത്തുന്നു. ഷുവാൻജി സന്തോഷം കൊണ്ട് ഓടിച്ചെന്ന് വീടിന് മുന്നിലുള്ള ഊഞ്ഞാലിലേക്ക് കയറുന്നു. പുറകിലുള്ള ഷോപ്പിൽ നിൽക്കായിരുന്ന ലൂഷ്യൻ അവൾ തനിച്ചാണെന്ന് കരുതി അവൾക്ക് നൽകാൻ ഐസ്ക്രീം വാങ്ങി അവിടേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് റൻഷി പുറകെ നടന്ന് അവിടെ എത്തിയത്. അവനാകെ നിരാശനാകുന്നു. കുറച്ചു സമയം വിഷമത്തോടെ അവരെ നോക്കി നിന്നിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. റൻഷിയും ഷുവാൻജിയും അതൊന്നും അറിയാതെ റൊമാൻസ് ആസ്വദിക്കുകയാണ്. അവിടെ ചെന്നാലും ഞാൻ തനിച്ചേ ഉള്ളൂ. ബോറടിക്കുമെന്ന് പറഞ്ഞ് റൻഷി വീട്ടിലേക്ക് പോകാൻ മടിച്ച് അവിടെ തന്നെ വട്ടം ചുറ്റി നിൽക്കുകയാണ്. ബോറടി മാറ്റാൻ ഒരു കിസ് തരട്ടെ എന്ന് അവൾ ചോദിച്ചപ്പോൾ ഒരെണ്ണം പോരാ, കുറേ വേണമെന്ന് അവൻ പറയുന്നു. ഷുവാൻജി ഒരു കവിളിലും ചുണ്ടത്തുമായി കുറേ തവണ കിസ് ചെയ്യുന്നു. ഡോങ്ഷി വാങ്ഷിയാനെയും കൊണ്ട് ഒരു ജിമ്മിൽ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഡേറ്റിന് ആരെങ്കിലും ജിമ്മിലേക്ക് വരുമോ എന്നവൾ ചോദിച്ചപ്പോൾ, നിനക്ക് നേരെ ആക്രമണം ഉണ്ടായ അന്നു മുതൽ എനിക്കൊരു സമാധാനവുമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയണം. അതിനുവേണ്ടിയാണ് ഇവിടേക്ക് വന്നത് എന്നവൻ പറയുന്നു. അവൾ പല എക്സ്ക്യൂസും പറഞ്ഞു നോക്കിയെങ്കിലും അവൾ സമ്മതിക്കുന്നില്ല. അവസാനം പ്രാക്ടീസിന് അവൾ സമ്മതിക്കുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് റൻഷിയും ഷുവാൻജിയും നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന പോലെ അമ്യൂസ്മെൻറ്റ് പാർക്കിലെത്തും. റൻഷിയുടെ ട്രീറ്റ്മെൻറ്റ് ഭാഗമായി അവർ തിരക്കുള്ള സ്ഥലങ്ങളിൽ ഇടപഴകുന്നു. ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും ഡേറ്റായി കരുതി അവർ ശരിക്കും എൻജോയ് ചെയ്യുകയാണ്. വാങ്ഷിയൻ അത്യാവശ്യം നന്നായി തന്നെ ഡോങ്ഷി പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഇടയ്ക്ക് അബദ്ധത്തിൽ അവൻ്റെ മുഖത്ത് അവളുടെ ഇടി കൊള്ളുന്നു. അവൾ ഓടിച്ചെന്ന് സോറി പറഞ്ഞിട്ട് വേദന മാറാനെന്നോണം അവൻ്റെ കവിളിൽ കിസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ കുറച്ചുകൂടി വേണമെന്നവൻ പറഞ്ഞപ്പോൾ അവൾ മറ്റേ കവിളിലും കിസ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴും വേദനയുണ്ട് എന്നവൻ പറയുന്നതിനാൽ ഇനി എന്താണ് വേണ്ടത് എന്നവൾ ചോദിക്കുന്നു. ഡോങ്ഷി അവളെ പിടിച്ച് തിരിച്ചു നിർത്തി അവളുടെ ചുണ്ടിൽ കിസ് ചെയ്യുന്നുണ്ട്. കിസ്സിങ് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ട് പ്രാക്ടീസ് തുടങ്ങാമെന്ന് പറഞ്ഞ് അവൻ തയ്യാറെടുക്കുന്നു. റൻഷിയുടെ കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഷുവാൻജിയെ വിഷമിപ്പിക്കേണ്ടതെന്ന് കരുതി അവൾ പറയുന്ന പോലെ എല്ലാം ചെയ്തുകൊണ്ട് അവൻ കൂടെ നിൽക്കുന്നുണ്ട്. എങ്കിലും ഉള്ളിൽ അവന് ശരിക്കും അസ്വസ്ഥതയുണ്ടായിരുന്നു. മേരിഗോ റൗണ്ടിൽ കയറാൻ ഷുവാൻജി നിർബന്ധിച്ചപ്പോൾ ഒഴിഞ്ഞു മാറാൻ അവൻ കുറേ ശ്രമിച്ചു നോക്കിയെങ്കിലും അവൾ നിർബന്ധിച്ച് അവൻ അതിൽ കയറ്റുന്നു. ക്ലോയിങ് മെഷീനിൽ നിന്ന് പാവ വേണം എന്നവൾ ആഗ്രഹം പറഞ്ഞപ്പോഴും വേറെ നല്ലത് വാങ്ങിത്തരാമെന്നൊക്കെ അവൻ പറഞ്ഞു നോക്കിയെങ്കിലും അവൾ സമ്മതിക്കുന്നില്ല. ഉള്ളിലെ വെറുപ്പ് പുറത്ത് കാണിക്കാതെ റൻഷി പാവ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയപ്പെടുന്നു. അധിക സമയം അങ്ങനെ നിൽക്കാൻ കഴിയാത്തതിനാൽ ഇപ്പോൾ വരാമെന്ന് ഷുവാൻജിയോട് പറഞ്ഞിട്ട് അവൻ ബാത്റൂമിലേക്ക് പോയി കൈ സാനിറ്റൈസറും സോപ്പും ഉപയോഗിച്ച് പലതവണ ഉരച്ച് കഴുകുന്നു. അവസാനം അവൻ്റെ കയ്യിലെ തൊലി കുറച്ച് പോകുന്നുണ്ട്. ഡോങ്ഷിയും വാങ്ഷിയാനും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി വാങ്ഷിയൻ്റെ ഫോട്ടോ എടുക്കുന്നത് അവൻ കണ്ടത്. അവൻ വേഗം അങ്ങോട്ടേക്ക് ചെന്ന് ദയവ് ചെയ്ത് ഫോട്ടോ ഡിലീറ്റ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ വാങ്ഷിയൻ്റെ വലിയ ഫാനാണ് എന്ന് പെൺകുട്ടി പറഞ്ഞപ്പോൾ ഇത് അവളുടെ പേഴ്സണൽ ടൈം അല്ലേ, അവളുടെ പ്രൈവസിയെ മാനിച്ചുകൂടെ എന്ന് അവൻ ചോദിക്കുന്നു. അവളുടെ ബോയ് ഫ്രണ്ടാണ് എന്ന് ആ കുട്ടി ചോദിച്ചപ്പോൾ അവൻ മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോഴേക്കും വാങ്ഷിയെ തിരിച്ചറിഞ്ഞ് അവൾക്ക് ചുറ്റും കുറേ പേർ കൂടിയിരുന്നു. ഡോങ്ഷി വേഗം അങ്ങോട്ടേക്ക് ചെന്ന് അവളെ കോരി എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അത് അവളുടെ ബോയ് ഫ്രണ്ടാണോ എന്ന് അവിടെ കൂടിയിരുന്നവർ പരസ്പരം ചോദിക്കുന്നുണ്ട്. റൻഷി തിരികെ ഷുവാൻജിയുടെ അടുത്ത് വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ അവൾ അവൻ്റെ കൈ ശ്രദ്ധിക്കുന്നു. അവൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന ഒരു ഓയിൽമെൻറ്റ് അവൻ്റെ കയ്യിൽ പുരട്ടി കൊടുത്തിട്ട് ഇനി ഇതുപോലെ ശക്തി കൊടുത്ത് കൈ കഴുകരുത്, പതുക്കെ കഴുകിയാലും വൃത്തിയാകും എന്നവൾ പറയുന്നു. അവൻ പിന്നീട് വേറെ റൈഡ്സിലൊക്കെ
കയറാമെന്ന് പറഞ്ഞെങ്കിലും തൽക്കാലം നമുക്കിവിടെ ഇരുന്നു കൊണ്ട് ആസ്വദിക്കാം എന്നവൾ പറയുന്നു. ചെറിയ ഒരു ഡേറ്റ് പോലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നവൻ വിഷമത്തോടെ പറഞ്ഞപ്പോൾ, ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഡേറ്റ് ഞാൻ ഇതുവരെ ശരിക്കും എൻജോയ് ചെയ്തു. ഒറ്റയടിക്ക് മൊത്തത്തിൽ ഭേദമാക്കാൻ കഴിയില്ല എന്ന് എനിക്ക് അറിയാവുന്നതല്ലേ. നമുക്ക് പതിയെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഈ അവസ്ഥ പൂർണ്ണമായും മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞ് അവൾ അവന് ധൈര്യം കൊടുക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് എനിക്കൊരു സ്കൂൾ ഗെറ്റ് ടുഗദറിന് പോകണം എന്ന് ശിവാഞ്ചി പറഞ്ഞപ്പോൾ, ഞാൻ കൂടെ വരണോ എന്നവൻ ചോദിക്കുന്നു. ഇപ്പോൾ വേണ്ട, സ്കൂളിലെ പഴയ ഫ്രണ്ട്സാണ്, ഞാൻ തനിച്ചു പോയിക്കോളാം എന്നവൾ പറയുന്നു. ഡേറ്റ് കഴിഞ്ഞ് നേരെ ശിവാഞ്ചി ഗെറ്റ് ടുഗദറിന് പോകുന്നു. ഷിയാൻ ആൾറെഡി അവിടെ എത്തിയിരുന്നു. ശിവാഞ്ചി പ്രത്യേകം ഡ്രസ്സപ്പ് ചെയ്യാതെ വന്നത് എന്താണ് എന്നവൾ ചോദിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ ഡ്രസ് ചെയ്യാറ് എന്നവൾ ചിരിയോടെ പറയുന്നുണ്ട്. കൂട്ടുകാർ സംസാരിക്കുന്നിടയിൽ ശിവാഞ്ചി ഇപ്പോഴും മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നത് അവൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ലാത്തത് കൊണ്ടാണെന്ന് കൂട്ടുകാർ കളിയാക്കിയെങ്കിലും അവൾ അതിന് മറുപടിയൊന്നും പറയുന്നില്ല. അവൾ ക്ലീൻ ഫെസ്റ്റിലാണ് ജോലി ചെയ്യുന്നതെന്നറിഞ്ഞപ്പോൾ പെൺകുട്ടികൾക്കിടയിൽ പോപ്പുലറായ അതിൻ്റെ സിഇഒ റെൻഷിയെക്കുറിച്ച് അവർ പല കമൻസും പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവൾ ചുമ്മാ ചിരിച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ. ഷിയാനോട് പണ്ട് മുതലേ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അയാൾ അവളുടെ അടുത്ത് നിന്ന് അവളെ വൈൻ കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. ഒരു തവണ കുടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും ഒഴിക്കുന്നു. ഷിയാൻ കുടിക്കാനും കളയാനും വയ്യാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ജുൻജയ് ഹീറോയിക് സ്റ്റൈലിൽ അവിടെ എത്തി അവളുടെ കയ്യിൽ ഗ്ലാസ് വാങ്ങി കുടിക്കുന്നത്. എല്ലാവരും അമ്പരപ്പോടെ അവനെ നോക്കിയിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ഫാമിലിയിൽ 3rd ലവ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന അമിതയ്ക്കും ബിബിനും ആശംസകൾ അറിയിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.